Welcome back, my dear students, on a new lecture on matrix theory. So, in the previous lecture, we have discussed about rank of a matrix. In order to find the rank of a matrix, the thing which we need to do is find the determinant of the matrix and every submatrix. സോ റാങ്ക് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് തന്നെയാണ് നമ്മൾ എസെൻഷ്യലി കണ്ടുപിടിക്കുന്നത്. ഏത് പർട്ടിക്കുലർ ഓർഡറിലുള്ള മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണോ നോൺ സീറോ ആകുന്നത് ആ സബ് മെട്രിക്സിൻ്റെ ഓർഡറിനെയാണ് നമ്മൾ റാങ്ക് എന്ന് പറയുന്നത്. സോ ഹിയർ ഓൾസോ നമ്മൾ വലിയ ഓർഡേഴ്സ് ഉള്ള ഒരു 10x10 മെട്രിക്സ്, ഒരു 10x10 മെട്രിക്സ് അല്ലെങ്കിൽ 20x20 മെട്രിക്സ്, അങ്ങനെയുള്ള വലിയ മെട്രിക്സുകൾ എടുക്കുമ്പോൾ ഈ മെട്രിക്സുകളുടെ റാങ്ക് കണ്ടുപിടിക്കാനും പ്രയാസമാണ് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ച്. കാരണം ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻസ് തന്നെ വളരെ ടീഡിയസ് ആയ പ്രോസസ്സാണ്. അത് മാത്രമല്ല, നമുക്ക് ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് അല്ല, ഈ മെട്രിക്സിൻ്റെ എല്ലാ സബ് മെട്രിക്സുകളുടെയും ഡിറ്റർമിനൻസ് കണ്ടുപിടിക്കണം. സോ ഇറ്റ് ഈസ് ടു മച്ച് ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇതല്ലാതെ വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. സോ there comes elementary transformation. എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ഒരു മെട്രിക്സിനെ സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇത് ഓപ്പറേഷൻസ് ആണ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ്, വിച്ച് ആർ ഡൺ ഓൺ മെട്രിക്സസ് വിച്ച് ട്രാൻസ്ഫോംസ് എ മെട്രിക്സ്. ആൻഡ് ദ കൺസെപ്റ്റ് ഈസ് ദാറ്റ് rank of a matrix does not get affected by elementary transformation, or rank of a matrix is invariant under elementary transformation. So നമ്മൾ elementary transformation നടത്തിയാലും ഒരു മെട്രിക്സിൻ്റെ റാങ്കിന് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ നമ്മൾ വലിയൊരു മെട്രിക്സിനെ, വളരെ കോംപ്ലക്സ് ആയ ഒരു മെട്രിക്സിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അതിലൂടെ മെട്രിക്സിനെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാനും റാങ്ക് കണ്ടുപിടിക്കാനും വളരെ എളുപ്പമാണ്. ഓക്കെ, ദിസ് ഈസ് ദ ഐഡിയ. നൗ വാട്ട് ആർ ദ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ? ഓക്കെ, പ്രധാനപ്പെട്ട 3 എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് ആണ് നമുക്കുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് interchanging rows or column. So interchanging rows or columns, ഒരു റോയോ ഒരു കോളമോ ഇന്റർചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ഫസ്റ്റ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് റോസോ കോളംസോ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഒരു മെട്രിക്സിൻ്റെ റാങ്കിന് യാതൊരുവിധ വ്യത്യാസവും ഉണ്ടാവില്ല, ബിക്കോസ് ദിസ് ഈസ് ആൻ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ. Usually it is denoted by Rij for row transformation and Cij for column transformation. Rij means the row Ri is interchanged with Rj. അതായത് Ri എന്നുള്ള റോ Rjth റോ ആയി, Rj എന്നുള്ള റോ Rith റോ ആയി. അതുപോലെ തന്നെ Cij means the row Ci is transformed to Cj and Cj is transformed to CI. CI എന്നുള്ള റോ CJ ആയി, CJ എന്നുള്ള റോ CI ആയി. So this is the idea. So let us give some example. Consider the matrix A is equal to matrix 1, 2, 3, 4, 5, 6, 7, 8, 9. ഇവിടെ 3 റോസ് ഉണ്ട്. R1 ഫസ്റ്റ് റോ, R2 സെക്കൻഡ് റോ, R3 തേർഡ് റോ. അതുപോലെ തന്നെ 3 കോളംസ് ഉണ്ട്. C1, C2 and C3. ഓക്കെ, സോ ഈ മെട്രിക്സിൻ്റെ അകത്ത് നമ്മൾ R13 ചെയ്യുന്നെന്ന് വെച്ചോളൂ. R13 മീനിങ് R1 ഈസ് ട്രാൻസ്ഫോംഡ് ടു R3 or changed with R3 and R3 is placed on to R1. അതായത് നമ്മൾ ഫസ്റ്റ് റോയെ തേർഡ് റോ ആക്കുന്നു, തേർഡ് റോയെ ഫസ്റ്റ് റോ ആക്കുന്നു. സോ ദ റിസൾട്ടന്റ് മെട്രിക്സ് ഈസ്, ഈ മെട്രിക്സിൻ്റെ തേർഡ് റോ ആണ് ഫസ്റ്റ് റോ. സോ 7, 8, 9. സെക്കൻഡ് റോയ്ക്ക് യാതൊരു വ്യത്യാസവും വരുന്നില്ല, വിച്ച് ഈസ് 4, 5, 6. ഫസ്റ്റ് റോ തേർഡ് റോ ആയി 1, 2, 3. സോ ദിസ് ഈസ് ദ റോ ട്രാൻസ്ഫോർമേഷൻ. സിമിലർലി നമുക്ക് C12 ആണ് ഈ മെട്രിക്സിൻ്റെ അകത്ത് ചെയ്യുന്നതെന്ന് വെച്ചോളൂ. C12 ചെയ്യുമ്പോൾ
C1 എന്നുള്ള റോ C2 ആയി, C2 എന്നുള്ള റോ C1 ആയി. ഓക്കെ, ഫസ്റ്റ് റോ അല്ല കോളം. ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം ആയി, സെക്കൻഡ് കോളം ഫസ്റ്റ് കോളം ആയി. ഓക്കെ, സോ ഹിയർ the first column becomes the second column. So second column becomes the first column. So second column 2, 5, 8 is the first column. 1, 4, 7 is the second column. 3, 6, 9, the third column does not get affected. So this is the first elementary transformation. Interchanging rows or columns usually denoted by Rij or Cij. The next elementary transformation is to multiplication of elements of a row or column by a non-zero constant. അതായത് നമ്മൾ ഒരു റോയിലെയോ ഒരു കോളത്തിലെയോ കംപ്ലീറ്റ് എലമെന്റിനെയും ഒരു നോൺ സീറോ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദിസ് ഈസ് ദ സെക്കൻഡ് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ. ദിസ് ഓൾസോ ഡസ് നോട്ട് അഫക്റ്റ് ദ റാങ്ക് ഓഫ് എ മാട്രിക്സ്. സോ യൂഷ്വലി ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് RIC എന്നാണ്, where C is the constant, non-zero constant, C not equal to 0. So this means Ri, rho Ri എന്നുള്ള റോ is being transformed as C times Ri. അതായത് Ri എന്നുള്ള റോയെ നമ്മൾ ഇതിൻ്റെ എല്ലാ എലമെന്റ്സിനെയും C എന്നുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആൻഡ് CIC എന്ന് വെച്ചാൽ CI എന്നുള്ള റോയെ is transformed into C into CI. C എന്നുള്ള കോൺസ്റ്റന്റ് കൊണ്ട് CI എന്നുള്ള കോളത്തിൻ്റെ അകത്തെ എല്ലാ എലമെന്റ്സിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദിസ് ഈസ് യൂഷ്വലി ദിസ് ട്രാൻസ്ഫോർമേഷൻ മീൻസ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Let A is equal to matrix 1, 2, 2, 6. Okay, so this is the first row, this is the second row, this is the first column, and this is the second column. Okay, so let us say we transformed R to 4, meaning നമ്മൾ സെക്കൻഡ് റോയെ നമ്മൾ 4 times R2 ആക്കി. സെക്കൻഡ് റോയ്ക്കകത്തെ എല്ലാ എലമെന്റ്സിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ദ റിസൾട്ടന്റ് മെട്രിക്സ് ഈസ്, ഫസ്റ്റ് റോയ്ക്ക് യാതൊരു വ്യത്യാസവും ഇല്ല, സെക്കൻഡ് റോയ്ക്കകത്തെ എല്ലാ എലമെന്റ്സിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ 2 times 4 is 8, 6 times 4 is 24. Okay, so this is the new resultant matrix. Similarly, നമുക്ക് കോളം ട്രാൻസ്ഫോർമേഷൻ ഇതുപോലെ തന്നെ ചെയ്യാം. Let's say we done C1, 2. That means C1 is transformed as 2C1. C1ൻ്റെ അകത്തെ എല്ലാ എലമെന്റ്സിനെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ എക്ക് അകത്താണ് ഇത് ചെയ്യുന്നത്. സോ വിച്ച് മീൻസ് C1 ഫസ്റ്റ് കോളത്തിൻ്റെ അകത്തെ എല്ലാ എലമെന്റ്സിനെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ 1 into 2 is 2, 2 into 2 is 4. സെക്കൻഡ് കോളത്തിൻ്റെ അകത്തെ എലമെന്റ്സിന് വ്യത്യാസമില്ല, വിച്ച് ഈസ് 2, 6. സോ ദിസ് ഈസ് ദ റിസൾട്ടന്റ് മെട്രിക്സ്. സോ this is the second elementary transformation. There are one more elementary transformation. Third elementary transformation is addition of elements of a row or column by the corresponding elements of another rows or columns multiplied by a number. So this is the third elementary transformation. This means usually it is denoted as Rijk, where k is the number, and Cijk. Rijk means നമ്മൾ Ri എന്നുള്ളതോ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത് Ri plus k times Rj. അതായത്
ആർ ഐ എന്നുള്ള റോയ്ക്കകത്തെ എല്ലാ എലമെന്റ്സിനെയും ആർ ജെ എന്നുള്ള റോയ്ക്കകത്തെ എല്ലാ എലമെന്റ്സിനെയും കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആർ ഐ എന്നുള്ള റോയ്ക്കകത്തെ എലമെന്റ്സുമായിട്ട് ആഡ് ചെയ്ത് കിട്ടുന്നതാണ് പുതിയ ആർ ഐ. സിമിലർലി സി ഐ ജെ ഈസ് Cijk is Ci is transformed as Ci plus k times Cj. This is the meaning. So ഒരു റോയ്ക്കകത്തെ എലമെന്റ്സിനെ വേറൊരു റോയ്ക്കകത്തെ എലമെന്റ്സ് കൊണ്ട് ആഡ് ചെയ്യുന്നു, where the second row is being multiplied by a constant. So let us look at the example. A is equal to matrix 1 4 2 1 എന്നൊരു മെട്രിക്സ് എടുക്കുന്നു. First row, second row, first column, second column. Okay. Let's say we transform R1 to 2, which means R1 എന്നുള്ള റോയെ നമ്മൾ R1 plus 2 R2. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് റോയെ നമ്മൾ R1 plus 2 R2. അപ്പോൾ സെക്കൻഡ് റോയെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് ഫസ്റ്റ് റോയുമായിട്ട് ആഡ് ചെയ്യണം. സെക്കൻഡ് റോയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 2 is 4. ഫസ്റ്റ് റോ കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ 2 into 2 4, 4 plus 1 5. സിമിലർലി ഇവിടെ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2 2 plus 4 is 6. സെക്കൻഡ് റോയ്ക്ക് നമ്മൾ യാതൊരു ചേഞ്ച് കൊടുക്കുന്നില്ല, സോ വിച്ച് ഈസ് 2 1. സോ ഇവിടെ R1 എന്നുള്ള റോയെ നമ്മൾ R2 എന്നുള്ള റോയ്ക്കകത്തെ എല്ലാ എലമെന്റ്സിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കറസ്പോണ്ടിങ് എലമെന്റ്സ് ഓഫ് R1 കൊണ്ട് ആഡ് ചെയ്യും. So this is the third transformation. Similarly, let's say we are doing C21 3. This means C2 എന്നുള്ള കോളത്തെ നമ്മൾ C2 plus 3C1. ഓക്കെ, അതായത് C1 എന്നുള്ള കോളത്തെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് C2മായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് കോളം, ദിസ് ഈസ് C1, ദിസ് ഈസ് C2. C1നെ നമ്മൾ 2 കൊണ്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് C2ലോട്ട് ആഡ് ചെയ്തു. അപ്പോൾ C1ന് യാതൊരു ചേഞ്ചും ഇല്ല, കാരണം ഇവിടെ C2ന് മാത്രമേ ചേഞ്ച് ഉള്ളൂ. സോ C1 അതുപോലെ തന്നെ 1 2. അടുത്തത് 4 plus 3 into C1. 4 plus 3 into 1 is 4 plus 3, which is 7. Next 1 plus 2 into 3 into 2. Okay, so 1 plus 2 into 3 is 6 plus 1, which is 7. Okay. So this is the transformation. Okay. So ഇങ്ങനെയാണ് നമുക്ക് പ്രധാനപ്പെട്ട 3 എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് ഉള്ളത്. ഈ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് ഒന്നും ഒരു മെട്രിക്സിന്റെ റാങ്കിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ്സ് ദ ജനറൽ ഐഡിയ. സിമിലർലി നമുക്ക് ഈ ഓരോ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസിന്റെയും ഇൻവേഴ്സും ഡിഫൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ഇന്റർചേഞ്ചിങ് റോസ് ഓർ കോളംസ്. നമ്മൾ RIJ എന്നുള്ളത് RI എന്നുള്ളതിനെ RJ ആക്കി. അതിന്റെ ഇൻവേഴ്സ് RIJ ഇൻവേഴ്സ് എന്ന് പറയുന്നത് RJI ആണ്. അതായത് നമ്മൾ ഇവിടെ RI എന്നുള്ള റോയെ RJ ആക്കി. ഓക്കെ, അതിന്റെ ഇൻവേഴ്സ് എന്നുള്ളത് RJ എന്നുള്ളതിനെ എന്താക്കുക, RI ആക്കുക. ദാറ്റ്സ് എ ഇൻവേഴ്സ്. ഓക്കെ, സിമിലർലി ഇൻവേഴ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഫസ്റ്റ് ഇന്റെ ഇൻവേഴ്സ് RIJയുടെ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ RJI ആണ്. CIJയുടെ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ CJI ആണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് എലമെന്ററി ഇന്റർചേഞ്ചിങ്ങിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഇതാണ്. ഓക്കെ, സിമിലർലി നമുക്ക് രണ്ടാമത്തേത് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ നമ്മൾ C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇത് തിരിച്ചു ചെയ്യുമ്പോൾ 1/C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ RICയുടെ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ ആക്ച്വലി RI 1/C ആണ്. അതായത് നമ്മൾ 1/C കൊണ്ട് C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് C കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ CICയുടെ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ CI 1/C ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഐഡിയ. സിമിലർലി നമുക്ക് മൂന്നാമത്തെ ഇതിന്റെ RIJ K ഇതിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ RJI minus K ആണ്. ഓക്കെ, which means that RJ is being transformed as RJ minus KRI. ഓക്കെ, ഇവിടുന്ന് നമ്മൾ ദിസ് ഈസ് ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ RI ഈസ് ഈക്വൽ ടു RI പ്ലസ് KRJ എന്നുള്ളതാണ്. ഇവിടുന്ന് നമുക്ക് തിരിച്ച് RJ ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റും. ദാറ്റ്സ് ദ ഐഡിയ.
ഓക്കെ. സിമിലർലി സി ഐ ജെ കെ എന്നുള്ളതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ സി ജെ ഐ മൈനസ് കെ. ഓക്കെ. സിമിലർലി നമുക്ക് ഓരോ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷനെ ഡിഫൈൻ ചെയ്യും. ഓക്കെ. ഇനി നെക്സ്റ്റ് ഈസ് ഇക്വലന്റ് മെട്രിക്സസ്. ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് ബി എന്ന് പറയുന്ന മെട്രിക്സുമായിട്ട് ഇക്വലന്റ് ആണെന്ന് പറയണമെങ്കിൽ ദ ഐഡിയ ഈസ് both of the matrix, the second matrix should be obtained from the first matrix by elementary transformation. So, രണ്ട് മെട്രിക്സ് ഇക്വലന്റ് ആണെന്ന് പറയണമെങ്കിൽ if A is said to be equivalent to B, if B is obtained from A by elementary transformation. ഓക്കെ. ഒരു എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് അല്ല, ഒന്നിലധികം വേണമെങ്കിൽ പറയാം. ബൈ എ സീക്വൻസ് ഓഫ് എന്ന് പറയാം. ഓക്കെ. ഒരു കളക്ഷൻ ഓഫ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ എന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ ബി എന്ന് പറഞ്ഞൊരു മെട്രിക്സ് എയുമായിട്ട് ഇക്വലന്റ് ആണെന്ന് പറയണമെങ്കിൽ ബി എ എന്ന് പറഞ്ഞ മെട്രിക്സിന് തന്നെ ഒബ്റ്റെയിൻ ചെയ്തതായിരിക്കണം. എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത ക്ലാസ് ഓഫ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് വന്നപ്പോൾ കിട്ടിയതായിരിക്കും ബി. ഓക്കെ. സോ അങ്ങനെയുള്ള മെട്രിക്സുകളെയാണ് നമ്മൾ ഇക്വലന്റ് മെട്രിക്സുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഹിയർ ഇവിടെ നമ്മൾ എ എന്ന് പറഞ്ഞ മെട്രിക്സുമായിട്ട് ഇക്വലന്റ് ആണ് ദിസ് സെക്കൻഡ് മെട്രിക്സ്, എയുമായിട്ട് ഇക്വലന്റ് ആണ് ഈ മെട്രിക്സ്. ഓക്കെ. അതുപോലെ തന്നെ ഈ എയുമായിട്ട് ഇക്വലന്റ് ആണ് ഈ മെട്രിക്സ്, ഈ എയുമായിട്ട് ഇക്വലന്റ് ആണ് ഈ മെട്രിക്സ്. കാരണം ഇതെല്ലാം എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ടാണ് ഈ മെട്രിക്സ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ എയുമായിട്ട് ഇക്വലന്റ് ആണ് ഈ മെട്രിക്സ്, ഈ എയുമായിട്ട് ഇക്വലന്റ് ആണ് ഈ മെട്രിക്സ്. ഓക്കെ. അങ്ങനെ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് കിട്ടുന്ന പുതിയ മെട്രിക്സുകളെയാണ് നമ്മൾ ആ മെട്രിക്സുമായിട്ട് ഇക്വലന്റ് ആയ മെട്രിക്സുകൾ എന്ന് പറയുന്നത്. സോ ലെറ്റ് us look into some examples. Let's A is equal to 1 2 1 3. This is equivalent to 2 4 1 3. നമ്മൾ ചെയ്തത് ഫസ്റ്റ് റോയെ നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, R1 2 ചെയ്തെന്നേ ഉള്ളൂ. ഓക്കെ. സോ ദിസ് മെട്രിക്സ് ഈസ് ഈക്വലന്റ് ടു ദിസ് മെട്രിക്സ്. ഓക്കെ. ഇനി ഇത് ഇന്റർചേഞ്ച് ചെയ്തു. ഓക്കെ. സോ ദിസ് ഈസ് ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും 1 3 1 2 എന്നുള്ള മെട്രിക്സും ഈ മെട്രിക്സും ഇക്വലന്റ് ആണ്. കാരണം ഇവിടെ നമ്മൾ ചെയ്തത് R12 ആണ് ചെയ്തത്. ഓക്കെ. ഇവിടെ നമ്മൾ വീണ്ടും ചെയ്തു. ഓക്കെ. നമ്മൾ ഈ മെട്രിക്സിന് സെക്കൻഡ് റോയെ നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 2 4 3 9. ഇവിടെ R2വിനെ R2 3 ആണ് ചെയ്തത്. ഓക്കെ. എന്നിട്ട് നമ്മൾ അടുത്തതിൻ്റെ അകത്ത് ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നു എന്ന് വെച്ചോളൂ. ഓക്കെ. സോ 2 minus 3 is -1, 4 minus 9 is -5, 3 9. So this is actually R1 2 -1. ഇതാണ് ഇവിടെ ചെയ്തത്. ഓക്കെ. സോ അപ്പോൾ ഈ മെട്രിക്സും എ എന്ന് പറഞ്ഞ ഈ മെട്രിക്സും ഇക്വലന്റ് ആയിരിക്കും. Okay, so A is equivalent to this matrix is equivalent to this matrix is equivalent to this matrix. We can conclusively say that A is equivalent to all of these matrices എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. സോ ഒരു മെട്രിക്സിൽ നിന്ന് ഒരു കളക്ഷൻ ഓഫ് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ നടത്തി കിട്ടുന്ന പുതിയ മെട്രിക്സുകളെയാണ് നമ്മൾ ആ മെട്രിക്സുമായിട്ട് ഇക്വലന്റ് ആയ മെട്രിക്സുകൾക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇങ്ങനെയുള്ള മെട്രിക്സുകളുടെ പ്രത്യേകത എന്താണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒരു മെട്രിക്സിന്റെ റാങ്ക് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് ഡസ് നോട്ട് അഫക്ട് ദ റാങ്ക്. ഓക്കെ. എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ നടത്തിയാലും ഒരു മെട്രിക്സിന് റാങ്കിന് വ്യത്യാസം ഉണ്ടാകും. സോ വിച്ച് മീൻസ് ഇതിന് നമുക്ക് A1 എന്ന് കൊടുക്കാം. ലെറ്റ്സ് സേ ദിസ് ഈസ് A2, ദിസ് ഈസ് A3, ദിസ് ഈസ് A4, which means that rank of A should be equal to rank of A1 should be equal to rank of A2 should be equal to rank of A4. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റാങ്ക് സെയിം ആണ്. സോ ഇക്വലന്റ് മെട്രിക്സുകൾക്ക് സെയിം റാങ്ക് ആണ്. സോ ഇക്വലന്റ് മെട്രിസസ് ഹാവ് സെയിം റാങ്ക്. ദിസ് ഈസ് ദ ജനറൽ റിസൾട്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് റാങ്ക് കണ്ടുപിടിക്കാനുള്ള ഐഡിയാസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ ദിസ് ഈസ് റിഗാർഡിംഗ്
equivalent matrices. Also, this result we can similarly rewrite രണ്ട് മെട്രിക്സുകളുടെ ഓർഡർ സെയിം ആണ്, സെയിം ഓർഡർ ആൻഡ് സെയിം റാങ്ക്. They are possibly equivalent. ഓക്കെ, രണ്ട് മെട്രിക്സുകളുടെ റാങ്ക് സെയിം ആയതുകൊണ്ട് ഇക്വലന്റ് ആകണമെന്നില്ല, പക്ഷെ അതിന്റെ ഓർഡറും റാങ്കും സെയിം ആണെങ്കിൽ അത് ഇക്വലന്റ് ആകാനാണ് മോസ്റ്റ് പ്രോബബ്ലി ഇത് സാധ്യത. ഓക്കെ, സോ ദിസ് ഈസ് റിഗാർഡിംഗ് equivalent matrices, and keep in mind that there are three elementary transformation. The matrix obtained after elementary transformations are called equivalent matrices of a particular matrix, and the elementary transformation does not affect the rank of a matrix.